ഇന്ന് സാദിയ സമ്മേളനത്തിലേക്കാണ്. താജുൽ ഉലമ നൂറുൽ ഉലമ ആണ്ട് നേർച്ചയും സനദ്ദാന സമ്മേളനം നടക്കുകയാണ്. ആദ്യം തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ഞാൻ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഒരു ബാഡ്ജ് തരും. ആ ബാഡ്ജും കഴുത്തിലിട്ടുകൊണ്ട് ഞാൻ നേരെ പരിപാടിയുടെ അടുത്തേക്ക് പോയി. അവിടെ സാദി സംഘം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4500-ലധികം സാദികൾ സാദിയയിൽ നിന്ന് പഠിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ സാദികളും ഈ സംഗമത്തിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കേസിർ ഉസ്താദിന്റെ പ്രസംഗമാണ്. അത് കഴിഞ്ഞ് കെ ഉസ്താദ് കുറച്ച് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി. അപ്പോൾ ഇതാ നല്ല തണുത്ത ജ്യൂസ് സദസ്സിലേക്ക് കൊണ്ടുവന്നു. പിന്നെ പ്രസംഗിച്ചത് ഉബൈദ് ഉസ്താദാണ്. അങ്ങനെ സ്വാലി ഉസ്താദും കുട്ടശ്ശേരി ഉസ്താദിന്റെയും ലത്തീഫ് ഉസ്താദിന്റെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ശേഷം ഞാൻ മെല്ലെ ശരീഅത്ത് കോളേജിന്റെ അങ്ങോട്ട് പോയി. അവിടെ പല ഉസ്താദുമാരെയും കണ്ടു, കൂട്ടുകാരെയും ഒക്കെ കണ്ടു. അവരൊക്കെ സംസാരിച്ചു. ഇങ്ങനെയുള്ള ഫംഗ്ഷനിലേക്ക് വന്നാൽ അവിടെ ഉസ്താദുമാരെ കാണാം, കൂട്ടുകാരെ കാണാം, നമ്മുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, കൂടെ പഠിച്ചവർ, ഇങ്ങനെ പണ്ട് പഠിക്കുമ്പോൾ ഉണ്ടായ എല്ലാവരും ഈ പരിപാടിയിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് അവരെ കാണാനും സംസാരിക്കാനും പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുക്കാനും ഒക്കെ കഴിയും. ഇങ്ങനെ പഴയ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത റാഹത്താണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജ്യൂസ് കൗണ്ടറിലേക്ക് പോയി. അവിടെ ഒസാസോ എന്ന സാദിയ മഹബ്ബ വില്ലയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒസാസോ നൽകുന്ന നല്ല ജ്യൂസ് ഉണ്ട്. അതും കുടിച്ച് ഞാൻ നേരെ MA ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ പോയി. അപ്പോഴേക്കും ഭക്ഷണത്തിന്റെ സമയമായി. പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പിന്നെ പോയത് സ്പാർക്കിന്റെ മീറ്റിംഗ് നടക്കുന്ന ദേവാ കോളേജിലേക്കാണ്. ദേവാ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് സ്പാർക്ക്. അവിടെ പല ചർച്ചകളും നടന്നു. പുതിയ പുതിയ പദ്ധതികളൊക്കെ ചർച്ച ചെയ്തു. ആഷിം ഉസ്താദ് കുറച്ച് സംസാരിച്ചു. പിന്നെ സ്പാർക്കിന് പുതിയ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുത്ത് ഏകദേശം അസറാകുമ്പോഴേക്കും സ്പാർക്കിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇനിയാണ് മെയിൻ പരിപാടി, സമാപന സമ്മേളനവും സന്നദ്ധദാന ചടങ്ങും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.